يا أيها الذين آمنوا اتقوا الله ولتنظر نفس ما قدمت لغد واتقوا الله إن الله خبير بما تعملون ولا تكونوا كالذين نسوا الله فأنساهم أنفسهم أولئك هم الفاسقون لا يستوي أصحاب النار وأصحاب الجنة أصحاب الجنة هم الفائزون. പ്രഗത്ഭനായ വ്യക്തി ആയിരുന്നു. നമ്മളെല്ലാവരും പട്ടവും ഹാജി എന്ന് പറയുന്ന മൊയ്തുകുട്ടി കെ മൊയ്തുകുട്ടി ഹാജി ഇന്നലെ നമ്മെ വിട്ടുപിരിച്ചിരിക്കുകയാണ്. ദീർഘകാലം ചെമ്മനാട് പഞ്ചായത്ത് പ്രസിഡന്റായിരുന്ന മൊയ്തുകുട്ടി ഹാജി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ കാസർഗോഡ് ജില്ലാ എക്സിക്യൂട്ടീവ് കമ്മിറ്റി മെമ്പറായിരുന്നു. അദ്ദേഹം ഇപ്പോൾ കാസർഗോഡ് UDFിൻ്റെ ജില്ലാ ലൈസൻസ് കമ്മിറ്റി മെമ്പർ കൂടിയാണ്. ഈ ചെമ്മനാട് പഞ്ചായത്തിലും ഉദുമ നിയോജക മണ്ഡലത്തിലും കാസർഗോഡ് ജില്ലയിലാകമാനം പല രംഗങ്ങളിലും പ്രഗത്ഭമായ നേതൃത്വം കൊടുക്കുവാൻ മുന്നോട്ട് വന്ന ഒരു വ്യക്തിയാണ് ശ്രീ കെ മൊയ്തുകുട്ടി ഹാജി. പക്വമായ നിലപാടുകളിലൂടെ അദ്ദേഹത്തിന് മുമ്പിൽ വന്ന ഓരോ പ്രതിസന്ധിക്കും കൃത്യമായ പരിഹാരമുണ്ടാക്കിക്കൊണ്ടുള്ള ചടുലമായ നേതൃത്വം അദ്ദേഹത്തിൽ നിന്ന് ഉണ്ടായിട്ടുണ്ട്. കാസർഗോഡ് ജില്ലയ്ക്കകത്തുള്ള സഹകരണ പ്രസ്ഥാനത്തിലെ ഒരു മുന്നണി പോരാളി കൂടിയായിരുന്നു ശ്രീ മൊയ്തുകുട്ടി ഹാജി. ഇവിടെ പൊയിനാച്ചിൽ പ്രവർത്തിക്കുന്ന അഗ്രികൾച്ചർ വെൽഫെയർ കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ പ്രസിഡന്റായിരുന്നു അദ്ദേഹം. അതുപോലത്തെ ഈ ജില്ലക്കകത്തുള്ള പല സഹകരണ സ്ഥാപനങ്ങളും അദ്ദേഹത്തോട് കൊണ്ട് പറ്റാവുന്ന എല്ലാ സാമ്പത്തികമായ സഹായങ്ങൾ നിക്ഷേപത്തിൽ അദ്ദേഹത്തെ സമീപിച്ചാൽ ഉദാരമായി അദ്ദേഹം നിക്ഷേപം നടത്തുമായിരുന്നു. മുളിയാർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ്, മുളിയാറിലെ സഹകരണ സ്ഥാപനത്തിന്റെ മുളിയാർ സഹകരണ ബാങ്കിന്റെ പ്രസിഡന്റ് ഞാനായിരിക്കുമ്പോൾ ശ്രീ മൊയ്തുകുട്ടി ഹാജിയെ സമീപിച്ചാൽ കൈ നിറച്ച് സ്നേഹത്തോടുകൂടി അദ്ദേഹം ഞങ്ങൾക്ക് പണം തരുമായിരുന്നു. അതുപോലെ തന്നെ നമുക്കറിയാം, എല്ലാവരുമായിട്ട് ബന്ധപ്പെടുവാൻ ഉള്ളു തുറന്ന മനസ്സോടുകൂടി ഇത്രമാത്രം സ്നേഹത്തോട് മറ്റുള്ളവരെ സമീപിക്കുന്ന ഒരു വ്യക്തിത്വം ഇവിടെ അപൂർവമാണ്. അദ്ദേഹത്തിന്റെ ഭൂപുത്രതയിൽ ഇരിക്കുമ്പോൾ അദ്ദേഹത്തോട് പോയിട്ട് ചെറുപ്പക്കാരായ ആളുകൾ പോകും, KSUവിന്റെ പ്രവർത്തകർ പോലും അദ്ദേഹത്തോട് പോയിട്ട് കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ ജനറൽ സെക്രട്ടറി പൊതുവായുടെ പ്രിയപ്പെട്ട എംഎൽഎ കൂടിയായ ശ്രീ കെ നേരൻ അവർ, CPMന്റെ സമ്മന്നതനായ നേതാവും എക്സ്-MLA കൂടിയായ ശ്രീ കെ ഇന്ദിരാമൻ അവർ, അതുപോലെ തന്നെ CPയുടെ സംസ്ഥാന സെക്രട്ടറി കെ കൃഷ്ണൻ അവർ, ഈ യോഗത്തിൽ സംബന്ധിക്കുന്ന മറ്റ് രാഷ്ട്രീയ പാർട്ടികളുടെ നേതാക്കൾ, മറ്റ് ഈ ഇന്നത്തെ ഇന്നലെ നമ്മെ വിട്ടുകഴിഞ്ഞ മൊയ്തുകുട്ടി ഹാജി സാഹിബിൻ്റെ അനുശോചന യോഗമാണ് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിലുള്ള
ഈ ജില്ലയിലെ അപൂർവം ചില വ്യക്തിത്വങ്ങളിലൊന്നാണ് കെ മൊയ്തീൻകുട്ടി ഹാജി സാഹിബ് എന്നാണ് എനിക്ക് ഇദ്ദേഹത്തെക്കുറിച്ചുള്ള സൂചിപ്പിക്കാനുള്ളത്. അദ്ദേഹം ചെറുപ്പകാലഘട്ടത്തിൽ തൊട്ട് തന്നെ എല്ലാ മേഖലകളിലും അദ്ദേഹത്തിൻ്റെതായ വ്യക്തിമുദ്ര പതിപ്പിച്ചിട്ടുണ്ട്. അദ്ദേഹം ഏറ്റെടുക്കുന്ന എല്ലാ പ്രവർത്തനങ്ങളും അതിനോട് പൂർണ്ണമായി നീതി പുലർത്തിക്കൊണ്ട് ആത്മാർത്ഥത പുലർത്തിക്കൊണ്ട് കാവട്യമില്ലാതെ മുമ്പോട്ട് പോയ ഒരു വ്യക്തിത്വമായിരുന്നു. അദ്ദേഹത്തിൻ്റെ മികവ് എന്ന് പറയുന്നത്, അദ്ദേഹം നടത്തിയ ആ പ്രവർത്തനങ്ങളിൽ അദ്ദേഹത്തിൻ്റെ മികവ് എന്ന് പറയുന്നത് വളരെ വലുതാണ്. ഇന്ന് കേരളത്തിലെ എല്ലാ മൺമറഞ്ഞു പോയ നേതാക്കളുമായും ഇന്ന് ജീവിച്ചിരിക്കുന്ന എല്ലാ നേതാക്കളുമായും ആത്മബന്ധം, വ്യക്തിബന്ധം പുലർത്തി മുമ്പോട്ട് പോയ ഒരു നേതാവാണ്. ഇന്നലെ അദ്ദേഹത്തെക്കുറിച്ച് അദ്ദേഹത്തിൻ്റെ അടുത്ത ബന്ധു മുഹമ്മദ് സാഹിബ് മൊയ്തീൻകുട്ടി ഹാജി സാഹിബ് മാത്രമല്ല, അദ്ദേഹം ഒരു അധികാരത്തിൻ്റെ പിന്നിൽ പോകാത്ത ഒരു നേതാവായിരുന്നു. അധികാരം ഏത് സ്ഥാനമാനങ്ങളും അദ്ദേഹത്തെ തേടിയെത്തിയതായിരുന്നു. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ വിടവ് എന്ന് പറയുന്നത് ഈ ജില്ലയിലെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പ്രസ്ഥാനം പടുത്തുയർത്തുന്നതിൽ നിർണായകമായ നേതൃത്വം കൊടുക്കുക ഈ ജില്ലയിലെ മൺമറഞ്ഞു പോയ ഒട്ടനവധി നേതാക്കളുടെ കൂടെ ഇത് പെരുമാറിയിട്ടുണ്ട്. അപ്പോൾ അന്ന് മുതൽ കേരള രാഷ്ട്രീയത്തിൽ അന്ന് കോൺഗ്രസിൻ്റെ കപ്പലിരുന്ന ശ്രീ കെ കരുണാകരനുമായും മറ്റൊരുപാട് മുതിർന്ന നേതാക്കളുമായും അടുത്ത ബന്ധം, സൗഹൃദബന്ധം സൂക്ഷിച്ചിരുന്ന നികുറിച്ചാണ്. ഇപ്പോൾ പൈസ പറഞ്ഞ പോലെ നിർമ്മാണ മേഖലയിൽ അന്ന് കേരളത്തിലെ അറിയപ്പെടുന്ന ഒരു കോൺട്രാക്ടറായിരുന്നു, ഏറ്റവും വലിയ ഒരു കോൺട്രാക്ടറായിരുന്നു. അതുപോലെ മറ്റ് വിവിധ രാഷ്ട്രീയ കക്ഷികളുടെ നേതാക്കളുമായി നല്ല ബന്ധം പുലർത്തിയിരുന്നു. ഞങ്ങൾ ഒരുമിച്ച് പ്രവർത്തിക്കുന്നത് കീഴ് സംയുക്തനാഥിൻ്റെ ജനറൽ സെക്രട്ടറിയായ ഞാൻ സാഹിബിനും അതിൻ്റെ ട്രഷറർ എന്ന നിലയിൽ ഒരുമിച്ച് പ്രവർത്തിക്കാൻ തുടങ്ങിയ 13 കൊല്ലത്തോളം. അതിനു മുമ്പ് തന്നെ അദ്ദേഹം ഈ ചമനാട് പഞ്ചായത്ത് പ്രസിഡന്റായിരുന്നു. അതുപോലെ ഏത് തെരഞ്ഞെടുപ്പ് വരുമ്പോഴും യുദ്ധമാൻ നിയോജക മണ്ഡലത്തിൻ്റെ നേതൃസ്ഥാനത്ത് അദ്ദേഹമായിട്ടുണ്ടായിരുന്നു. വർക്കിംഗ് ഡയറക്ടറായി പ്രവർത്തിച്ച ഞാൻ MS മുഹമ്മദിൻ്റെ നാരായണ മാഷ് ഉൾപ്പെടെ വൈകുന്നേരങ്ങളിൽ ഞങ്ങൾ മീറ്റിംഗ് സാഹിബിൻ്റെ വീട്ടിലായിരുന്നു. അദ്ദേഹം ഒരു സ്ഥാനത്തില്ലായിരുന്നെങ്കിലും എല്ലാ കാര്യങ്ങളും ചർച്ച ചെയ്തിരുന്നത് അദ്ദേഹത്തോടൊപ്പമായിരുന്നു. അപ്പോൾ ആ എല്ലാ ഉപദേശങ്ങളും ഇന്ന മേഖലകളിൽ കവറേയും സ്ഥലങ്ങളിൽ സന്ദർശിക്കണം, സ്ഥാനാർത്ഥിക്കുന്ന സ്ഥലങ്ങളിലൊക്കെ പോകണമെന്ന് ഉപദേശം നമുക്ക് നൽകുന്നത് നിരീക്ഷ. അപ്പോൾ ആ രീതിയിൽ കോൺഗ്രസിൻ്റെ ഏത് സ്ഥാനാർത്ഥിമാരും അതിന് മുൻനിരയിൽ നിന്നുകൊണ്ട് നേതൃത്വം കൊടുത്തുകൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു വ്യക്തി എന്ന നിലയിലും അതുപോലെ നല്ല സൗകര്യമുള്ള എല്ലാവരും ഒരു നല്ലൊരു ബന്ധമുണ്ടാക്കി വെച്ചിരുന്ന ഒരു വ്യക്തിയായിരുന്നു. എൻ്റെ പിതാവ് മരണപ്പെടുന്ന സമയത്ത് ഞങ്ങളന്ന് ചെറുപ്പമായിരുന്നു. അപ്പോൾ സർക്കാരിൽ നിന്ന് പല ആവശ്യങ്ങൾക്കുമായി ബന്ധപ്പെടണമെന്നുണ്ടെങ്കിൽ അത് അന്ന് കാസർഗോഡ് ജില്ലയിലെ കണ്ണൂർ ജില്ലയിലെ ജില്ലാ മറ്റ് ആരോഗ്യം ബന്ധപ്പെടുന്നു. പിതാവ് പറഞ്ഞിരുന്ന എൻ്റെ മരണശേഷം എന്തെങ്കിലും ആവശ്യമെങ്കിൽ ബുദ്ധിമുട്ടായി ബന്ധപ്പെട്ടാൽ മതിയെന്നായിരുന്നു. അപ്പോൾ അത്രയും എൻ്റെ പിതാവുമായി ബന്ധമായിരുന്നു. അപ്പോൾ ആ രീതിയിൽ അന്ന് മുതലേ പ്രവർത്തിച്ച് വരുന്ന ഒരു വ്യക്തിത്വമായിരുന്നു അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ മരണത്തിന് മുമ്പ് ഞാൻ സ്ഥാനാർത്ഥിയായി പ്രമുഖരുണ്ടല്ലോ താമസിക്കുന്നത്. ഞാനൊരു വീട് താമസിച്ചില്ല. സാഹിബിൻ്റെ വീട്ടിൽ, അതുപോലെ എൻ്റെ ബന്ധുക്കൂടിയായ കുഞ്ഞാൻ സാഹിബിൻ്റെ കാസർഗോഡ്, മറ്റു വീടുകളൊന്നും പിന്നെ അബ്ദുറസാഖിൻ്റെയും പെട്രോമുള്ള സാഹിബിൻ്റെ വീടുകൾ മാത്രമാണ്. ഒരു ആദ്യഘട്ടത്തിൽ നിന്ന് പോകുന്ന വീടുകൾ ഉണ്ടായിരുന്നു. ഭരണഘടന നന്നായിട്ടില്ല അദ്ദേഹം വിശ്വസിക്കുന്ന അവർക്ക് ഒരു ഭരണഘടന ജീവിതം പിന്നീട് ഉണ്ടാവില്ല. അപ്പോൾ അത്
സാമൂഹ്യ സാംസ്കാരിക രംഗത്തെ വിശിഷ്ട വ്യക്തികൾ, പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാർ, നമ്മളൊക്കെ ആദരപൂർവ്വം വിളിക്കുന്ന ആജിക്കാരൻ വലിയ കുട്ടിയാറ്റിയുടെ യോഗം ഈ നാടിനെ തീരെ നഷ്ടമാണ് എന്ന് പറഞ്ഞ് ആഗ്രഹിക്കുകയാണ്. അദ്ദേഹം ഈ പ്രദേശത്തോടൊപ്പം തന്നെ ഈ നാടിൽ കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി പ്രവർത്തിച്ചുകൊണ്ട് തന്നെ എല്ലാ വിഭാഗം നേതാക്കളുമായി ഒരു ആത്മബന്ധം പുലർത്തുമ്പോൾ അദ്ദേഹം ഉയർത്തുന്ന മൂല്യങ്ങൾ അത് മുറുകെ പിടിച്ചുകൊണ്ട് തന്നെ അദ്ദേഹം മുന്നോട്ട് പോയിട്ടുണ്ട്. ഈ പ്രദേശത്തിൻ്റെ ആത്മീയ കാര്യങ്ങളിലും വിദ്യാഭ്യാസ കാര്യങ്ങളിലും മറ്റ് സാമൂഹിക പരിപാടികളിലുമൊക്കെ നിറഞ്ഞിരുന്നുകൊണ്ട് ഏത് വിഷയം ഏറ്റെടുത്താലും ആ വിഷയത്തിൽ കൂടുതൽ കരുത്ത് പകർന്നത് വലിയ കുട്ടിയാറ്റിയുടെ ഒരു ആഗമനം എന്ന് പറയുന്നത് എന്നുള്ളതാണ്. അദ്ദേഹത്തെക്കുറിച്ച് ഈ പ്രദേശത്തുകാരുടെ ഞാൻ പറയേണ്ട ആവശ്യമില്ല. എല്ലാ രാഷ്ട്രീയ പാർട്ടികളും അദ്ദേഹം കോൺഗ്രസ് വിശ്വസിക്കുന്നുണ്ടെങ്കിലും അദ്ദേഹം എല്ലാ രാഷ്ട്രീയ പാർട്ടികളുമായി ഒരു ആത്മബന്ധം പുലർത്തുന്നതോടൊപ്പം തന്നെ കഴിഞ്ഞ ഒരു 4-5 ദശകകാലത്തേക്കുറിച്ച് പരിശോധിച്ച് നോക്കിയാൽ കേരളത്തിലെ മുഖ്യമന്ത്രിമാരുമായും കേരളത്തിലെ മന്ത്രിമാരുമായും വ്യക്തിബന്ധം പുലർത്തി മുന്നോട്ട് പോയ ഒരു വലിയ മനുഷ്യനായിരുന്നു അദ്ദേഹം എന്ന് പറയുന്നത്. ഇനിയുള്ള പരലോകത്തുള്ള ജീവിതം ആ സന്തോഷപ്രദമായി തീരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വലിയ ആദരവും അതിന് സജീവമായ ഭാഗഭാഗത്തും വഹിച്ച് പ്രവർത്തിക്കുമ്പോഴും മറ്റ് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളെയും അതിൻ്റെ പ്രവർത്തകരെയുമില്ല എങ്ങനെ കാണണമെന്ന്, എങ്ങനെ പരിഗണിക്കണമെന്ന് എല്ലാവർക്കും കാണിച്ചു തന്നു മാതൃകാപരമായ ഒരു സമീപനം ഒരുമുഖയായി നമുക്ക് എല്ലാവർക്കും കാണിച്ചു. അവിടെ കക്ഷി രാഷ്ട്രീയ അഭിപ്രായങ്ങൾക്ക് വലിയ പ്രാധാന്യമുണ്ടായിരുന്നു. നല്ല സൗഹൃദങ്ങൾക്ക് വലിയ വില അദ്ദേഹം ലഭിക്കുകയും അതിനൊരു സ്നേഹവും വാത്സല്യവും ആകുമ്പോഴും നുകർന്ന ആളുകളാണ് ഈ കൂടുതലിരിക്കുന്ന വ്യത്യസ്ത രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായി ഇരിക്കുന്ന ഞാനും പടയോടെയാണ്. രാഷ്ട്രീയമായി 2 ധ്രുവങ്ങളിലായിരുന്നു ഇരുന്നത്. അദ്ദേഹത്തോടുള്ള ഒരു ആത്മബന്ധവും സൗഹൃദവും സാധാരണ നിലയിൽ നിന്നും അപ്പുറത്തായി. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ വിയോഗം വ്യക്തിപരമായും വല്ലാതെ അലട്ടിയ ഒരു വിഷയം തന്നെയാണ് എന്നെ സംബന്ധിച്ചത്. വലിയ ചെയ്യുന്ന സമ്പൂർണമായ വ്യക്തി രാഷ്ട്രീയക്കാരൻ മാത്രമല്ല, ഇന്ത്യയിലെ കേരളത്തിലെ ഏറ്റവും മികച്ച കരാറുകാരിൽ ഒരാളായിരുന്നു. ആ പ്രവർത്തനത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് കരാറെപ്പോഴും ലാഭത്തെ മാത്രം അടിസ്ഥാനമാക്കി അതിനുവേണ്ടി മുന്നോട്ട് പോകുന്ന രീതി അവലംബിക്കുന്ന ആളുകളെ നമുക്ക് കാണാൻ സാധിക്കും. എന്നൊരു വർക്കിൻ്റെ ക്വാളിറ്റി അതാണ് ലാഭത്തെക്കാളും ജനങ്ങളുടെ ഹൃദയത്തിൽ സ്ഥാനമുണ്ടാക്കി തരിക എന്ന ചിന്ത അദ്ദേഹത്തിനുണ്ടായി. അതുകൊണ്ട് ഏത് പ്രദേശത്ത് എടുക്കുന്ന വർക്കും അതിൻ്റെ ക്വാളിറ്റി കൃത്യമായി മെയിൻറ്റെയിൻ ചെയ്തു പോകുന്ന ഒരു കരാറുകാരനെയാണ് മൊയ്തുകുട്ടിയായി നമുക്ക് കാണുന്നത്. സ്വാഭാവികമായും അത്തരം നിർമ്മാണ പ്രവർത്തനങ്ങൾ ചെറുതും വലുതുമായാലും ഒക്കെ അതിനകത്തൊക്കെ നിരവധി വിഷയങ്ങളുണ്ടാകും. ആ വിഷയങ്ങളെല്ലാം എത്ര തന്മയത്വത്തോടെയാണ് അദ്ദേഹം കൈകാര്യം ചെയ്തത്. അത് പൂർണ്ണതയിലെത്തിക്കാൻ ആവശ്യമായിട്ടുള്ള പ്രവർത്തനങ്ങൾ നടത്തുക എന്നുള്ളത് ഒരു 10 കൊല്ലക്കാലത്തെ അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ അങ്ങനെ ഒരാൾ കരാറുപണിയുടെ മേഖലയിൽ, രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെ മേഖലയിൽ നമ്മുടെ നാട് വിദ്യാഭ്യാസപരമായി അത്രയൊന്നും മുന്നോട്ട് പോയിട്ടില്ലാത്തൊരു കാലത്ത് വിദ്യാഭ്യാസ രംഗത്ത് മുടക്കുന്ന മുതൽ വലിയ ലാഭം തിരിച്ചു കിട്ടുമെന്ന പ്രതീക്ഷയോടെ ആയിരിക്കും ഒരു വിദ്യാഭ്യാസ സ്ഥാപനം ആരംഭിച്ച് അദ്ദേഹത്തിൻ്റെ കുടുംബമെല്ലാം ചേർന്ന് മുൻകൈയെടുത്ത് നടത്തിയ ചടങ്ങ് ഗവൺമെൻറ് ഹൈസ്കൂൾ, ഹയർ സെക്കൻഡറി സ്കൂൾ.
ഈ ജില്ലയിലെ ഏറ്റവും മികച്ച അക്കാദമിക് നിലവാരമുള്ള ഒരു വിദ്യാഭ്യാസ സ്ഥാപനം എന്നുള്ള നിലയിൽ ഉയർത്തിക്കൊണ്ടുവരുന്നത് മൊയ്തീൻകുട്ടിയാജിയുടെ ഒരു പങ്കാണ് നിഷേധിക്കാൻ സാധിക്കും. അതുപോലെ ആത്മീയ രംഗത്ത് ഉൾപ്പെടെ അവസാനം സഹകരണ മേഖലയിൽ കൂടെ നടത്തിയിട്ടുണ്ട്. ഈ പ്രവർത്തനങ്ങൾക്കെല്ലാം ഇടയിൽ ഒരു നാടിനെ എങ്ങനെ സ്നേഹിക്കണം, സഹായിക്കണം എന്നതിനെ സംബന്ധിച്ച് വ്യക്തമായ ധാരണ അദ്ദേഹത്തിനുണ്ട്. ഈ നഷ്ടം നമ്മുടെ നാടിന് മാത്രമല്ല, എനിക്ക് വ്യക്തിപരമായി തോന്നുന്നത് ഈ നഷ്ടം ഏറ്റവും വലിയ ഒരു നഷ്ടം ഉണ്ടാക്കിയിട്ടുള്ളത് ശ്രീ എന്നെക്കാണ്. അവർ തമ്മിലൊരു ആത്മബന്ധമുണ്ട്. ഒരുപക്ഷെ ആത്മബന്ധം അതിൻ്റെ ഇഴയോടൊപ്പം വർദ്ധിപ്പിക്കാനായിരിക്കും മകളെ ഹാരിസിനെ കൊണ്ട് കല്യാണം കഴിപ്പിച്ചത്. അവർ തമ്മിലുള്ള സൗഹൃദവും ബന്ധവും നമുക്ക് സാധാരണയായി ചിന്തിക്കാൻ സാധിക്കുന്നതിന് അപ്പുറത്തുള്ള ഒന്നാണ്. എന്നെ അവസാനമായി കണ്ടപ്പോൾ പറഞ്ഞിട്ട് കാര്യം, ഭർത്താവ് ജീവിച്ചിരിക്കെ ഭാര്യ മരിച്ചു പോവുക എന്നുള്ളത് വളരെ സങ്കടകരമായ സംഗതി. ഞങ്ങൾ രണ്ടുപേരും ഇപ്പോൾ ഫേസ് ചെയ്യുന്ന ഒരു പ്രശ്നമാണ്. അപ്പോൾ ആ വലിയ നഷ്ടത്തിനിടയിൽ ഈ രണ്ടു പേരും അവരുടെ ഹൃദയബന്ധത്തിൻ്റെ ഇഴയെളുപ്പം വർദ്ധിപ്പിച്ചുകൊണ്ട് ഒന്നിച്ച് മുന്നോട്ടേക്ക് പോയിരുന്ന ഘട്ടത്തിൽ ഒരാൾ വിടവാങ്ങുകയാണ്. കുടുംബത്തിന് എന്നതുപോലെ തന്നെ വ്യക്തിപരമായി എന്നെ സംബന്ധിച്ച് വലിയ ഒരു നഷ്ടബോധം ഇൻസ്റ്റിറ്റ്യൂഷനാണ്. മനുഷ്യൻ്റെ മനുഷ്യത്വം, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രത്യേകത. അത് വേണ്ടുവോളം ഉണ്ടായിരുന്ന ഒരാളാണ് എന്നതുകൊണ്ട് തന്നെയാണ് വലിപ്പച്ചെറുപ്പമില്ലാതെ ഏത് വിഷയത്തിനും അദ്ദേഹത്തിൻ്റെ കയ്യിലുള്ളത് കൊടുത്ത് സഹായിക്കാനുള്ള മനസ്സ് പ്രകടിപ്പിക്കാൻ അദ്ദേഹത്തിന് സാധിക്കും. അതുതന്നെയാണ് അദ്ദേഹത്തെ വലിയവനാക്കുകയും ചെയ്യുന്നത്. ആ ജീവിതം തീർച്ചയായും നമുക്ക് മാതൃകയാണ്. അത് നമുക്കെല്ലാവർക്കും ആ നിലയിൽ തന്നെ ഉയർത്തിപ്പിടിക്കണം എന്ന വിജ്ഞാനിതമായ അഭ്യർത്ഥനയോടെ അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾക്ക് മുന്നിൽ ആദരാഞ്ജലികൾ അർപ്പിച്ച് അദ്ദേഹത്തിൻ്റെ കുടുംബത്തിന്, പ്രസ്ഥാനത്തിന് ഒക്കെ ഉണ്ടായിട്ടുള്ള ഈ നഷ്ടത്തിൽ എൻ്റെ പാർട്ടിയുടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിൻ്റെ അഗാധമായ ദുഃഖവും അനുശോചനവും രേഖപ്പെടുത്തി. ഈ ലേഖനമാണ് കേരളത്തിൽ തന്നെ അറിയപ്പെടുന്ന ഒരു കരാറുകാരനാണ് കുട്ടിയായി. അദ്ദേഹം ആ മേഖലയിൽ മാതൃകാപരമായ പ്രവർത്തനമാണ് നടത്തിയതെന്ന് അദ്ദേഹം എടുത്ത പണിയുടെ മേന്മ കൊണ്ട് തന്നെ ജനങ്ങൾക്ക് അഭിപ്രായം വർദ്ധിപ്പിച്ചതാണ്. അതിനേക്കാൾ ഉപരി അദ്ദേഹം ഉറച്ചൊരു കോൺഗ്രസ്സുകാരനാണ്. കോൺഗ്രസ് രാഷ്ട്രീയ അധികൃതരോട് ചില വ്യക്തിബന്ധങ്ങളെ തമ്മിൽ ചില കുറച്ച് പ്രയാസങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ മുന്നണിയിലായിരുന്നു ഞങ്ങൾ അദ്ദേഹം പ്രസിഡന്റായിരിക്കുന്ന സമയത്ത്, തമിഴ്നാട് പഞ്ചായത്ത് പ്രസിഡന്റായിരിക്കുമ്പോൾ ഒരു മുന്നണിയിലായിരുന്നു. മുന്നണി ബന്ധങ്ങൾ മാറിയപ്പോൾ പരസ്പരം മത്സരിക്കേണ്ട മുന്നണിയായിരുന്നു മാറി. ചട്ടഞ്ചാലിൻ്റെ തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിലൊക്കെ ഒരുപാട് വിഷയങ്ങൾ ഉണ്ടായതാണ്. അപ്പോൾ ഈ ഐശ്വര്യവത്ത് പറയേണ്ടതല്ലെങ്കിൽ ഞാൻ ഓർമ്മപ്പെടുത്താൻ വേണ്ടി പറയും. അതിനൊക്കെ അദ്ദേഹത്തിൻ്റെ കോൺഗ്രസ് നേതാവെന്ന രീതിയിൽ അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ ഒരു ഇടപെടലും ഉത്തരവാദിത്വം അതിലുണ്ടായിരുന്നു എന്നതാണ് ഞാനിവിടെ സൂചിപ്പിക്കുക. ആ കോൺഗ്രസ്സുകാരനായ കരാറുകാരനായതുകൊണ്ടാണ് ആ കരാർ പണിയിലും അദ്ദേഹത്തിൻ്റെ മേന്മയോടെ അല്ലെങ്കിൽ സത്യസന്ധയോടുകൂടി ഈ വർക്കെല്ലാം പൂർത്തീകരിക്കാൻ വേണ്ടി കഴിയും. ഏത് മേഖല എടുത്തു നോക്കിയാൽ എല്ലാവർക്കും ബഹുമാനായിരുന്നു മൊയ്തീൻകുട്ടിയായി. അത് അദ്ദേഹത്തിൻ്റെ പെരുമാറ്റത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്. ഒരിക്കൽ ഇടപെട്ട ആളുകളെ അദ്ദേഹത്തിൻ്റെ ആ വ്യക്തിത്വം കൊണ്ട് മനസ്സിൽ സൂക്ഷിക്കാൻ പറ്റാവുന്ന ഒരു രീതിയിലേക്ക് അദ്ദേഹം വളരുകയും ഉയരുകയും ചെയ്യുക. അതുകൊണ്ട് തന്നെയാണ് ഇന്നലെ അദ്ദേഹം മരിച്ചപ്പോൾ സർവ്വ മേഖലയിലെയും നൂറുകണക്കിന് ആളുകളാണ് ആ വീട്ടിലെത്തിയത്. ഈ പ്രദേശത്തിലൊക്കെ മാത്രമല്ല, ഈ വിവരമറിഞ്ഞ് ഏതെല്ലാം മേഖലയിൽ ഐക്യവുമായി ബന്ധപ്പെട്ട ആളുകളുണ്ടോ ആ മേഖലയിൽ മുഴുവൻ ആളുകളും ഇന്നലെ അദ്ദേഹം നമുക്കറിയാമല്ലോ. നമ്മൾ ജീവിത
എളിമയും തെളിമയും മാതൃകയുമാണ് പലരെയും ഇങ്ങനെ ആദരിക്കാനും ബഹുമാനിക്കാനും ഒക്കെയുള്ള ഒരു മനസ്സിലേക്ക് സ്ഥാനം പിടിക്കാനൊക്കെ കാരണമാകുന്നത്. അത് അദ്ദേഹത്തിന് സാധിച്ചു. ഞാൻ കൂടുതൽ കാര്യങ്ങൾ പറയുന്നില്ല. അദ്ദേഹത്തിൻ്റെ ഈ ഓർമ്മ നമുക്ക് എല്ലാ കാര്യങ്ങളിലും പുതുക്കാൻ കഴിയണം. അത് അദ്ദേഹത്തിന് നല്ല കാര്യങ്ങൾ പകർത്താൻ വേണ്ടി കഴിയണം. എങ്കിൽ മാത്രമേ നമ്മൾ നമുക്കൊക്കെ അദ്ദേഹത്തോട് ചെയ്യാൻ പറ്റാവുന്ന ഒരു ഉത്തരവാദിത്വവും കടമയുള്ളൂ. അത് ഉണ്ടാകണം എന്ന് മാത്രം അറിയിച്ചുകൊണ്ടും CPIയുടെ അഗാധമായ ദുഃഖവും അനുശോചനയും അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. രാഷ്ട്രീയ പാർട്ടികളുടെ സംബന്ധമായിട്ടുള്ള നേതാക്കന്മാരെ പോലെ സന്നിധിയിലായിരിക്കുന്ന പ്രിയപ്പെട്ട സുന്ദരി സ്വാമികൾ, ഒരു വ്യക്തിത്വമുണ്ട്. പല രീതിയിലുള്ള സമൂഹത്തിൽ പ്രവർത്തിച്ച് ബഹുമുഖമായിട്ടുള്ള വ്യക്തിത്വത്തിൻ്റെ ഉടമയായിരുന്നു ധരിച്ച വൈദ്യുതി എന്ന് നമുക്കറിയാം. ഞാൻ അദ്ദേഹത്തെ കണ്ടിട്ടുള്ളൊരു പ്രത്യേകത, ഏറ്റവും മാന്യനായിട്ടുള്ള ഒരു വ്യക്തി. ആ മാന്യത നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ അദ്ദേഹത്തിൻ്റെ മുഖമുദ്രയായിട്ടുള്ള കരാറുകാരൻ എന്ന നിലയ്ക്ക് അദ്ദേഹം ഏറ്റെടുത്ത് നടത്തിയിട്ടുള്ള പ്രവൃത്തികൾ വളരെ വ്യക്തമായിട്ട് കാണാൻ സാധിക്കും. അദ്ദേഹം ധാരാളം കരാറുകൾ ഏറ്റെടുത്തിട്ടുണ്ട്. ഏറ്റവും പ്രശസ്തമായിട്ടുള്ള പഴശ്ശി ഡാം, അതുപോലെ തന്നെ ചന്ദ്രഗിരി റോഡ് ഉൾപ്പെടെയുള്ള KSTP റോഡ്, ആ ചന്ദ്രഗിരി അതടക്കം അദ്ദേഹം എടുത്തിട്ടുള്ള പ്രവൃത്തിയാണ്. അപ്പോൾ കേരളത്തിൻ്റെ തന്നെ കാസർഗോഡൊക്കെ ചന്ദ്രഗിരി പാലം എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ ചന്ദ്രഗൂട്ട് എന്ന് പറയുന്നത് കാസർഗോഡിൻ്റെ ഒരു മുഖമുദ്രയാണ്. പെട്ടെന്ന് ബേക്കൽ ഫോർട്ടൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പെട്ടെന്ന് കാണിക്കുന്നത് നമ്മുടെ ആ റോഡിലോ ആ റോഡിൻ്റെ പ്രവൃത്തി അടക്കം നല്ല കരുതിയിരുന്ന പ്രവൃത്തികൾ, അതിലെ കരാർ ഏറ്റെടുത്ത്, പക്ഷെ ആ കരാറുകളിലൊന്നും തന്നെ ആർക്കും ആക്ഷേപം ഉന്നയിക്കാൻ പറ്റുന്ന വിധത്തിലുള്ള പ്രവർത്തനമല്ല, നിർമ്മാണമല്ല അദ്ദേഹം നടത്തിയിട്ടുള്ളത്. അതിലും അദ്ദേഹം ഏറ്റവും നന്നായിട്ട് ആ കാര്യം ചെയ്തത് ശ്രമിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ കരാറുകാരൻ എന്ന നിലയ്ക്ക് അദ്ദേഹം ഏറ്റെടുത്ത പ്രവർത്തനങ്ങളുടെ മാന്യത, കരാറുകാരൻ എന്ന നിലയ്ക്ക് സമൂഹത്തിലെ അദ്ദേഹത്തിൻ്റെ ഇടപെടൽ എടുത്തു പറയേണ്ടതുണ്ട്. പല കരാറുകാരന്മാരും അവരുടെ ഉപജീവന മാർഗമാണ്, അതൊക്കെ ശരിയാണ്. പക്ഷേ അതിനു വേണ്ടി വാക്കിൽ കോംപ്രമൈസ് ചെയ്യുന്നൊരു സ്വഭാവക്കാരനായിരുന്നില്ല. അതിൽ അദ്ദേഹം സമൂഹത്തോടുള്ള അദ്ദേഹത്തിൻ്റെ പ്രതിബദ്ധത ആ നിർമ്മാണ പ്രവർത്തനത്തിലും കരാർ പ്രവർത്തനത്തിലും ആ പ്രവൃത്തിയിലും കാണിച്ചിരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട രാഷ്ട്രീയക്കാരൻ എന്ന നിലയ്ക്ക് അതിലും മാന്യത പ്രവർത്തിക്കുന്നു. ഒരു നമ്മുടെ ജില്ലയിൽ തന്നെ ഏറ്റവും നന്നായി എടുത്ത് പറയുന്ന സ്കൂളുകളിൽ ഒന്നാണ് ചട്ടഞ്ചാൽ ഹയർ സെക്കൻഡറി സ്കൂൾ. അതിൻ്റെ മാനേജ്മെൻറ്റ് തലത്തിൽ, അതിൻ്റെ ഭരണ തലപ്പത്ത് ഇരിക്കുന്ന സമയത്തും അതിലും മാന്യത പുലർത്തിയിട്ടുണ്ട്. അവിടെയും ആ സ്കൂളിൻ്റെ മാനേജ്മെൻറ്റുമായിട്ടും വളരെ മാന്യമായിട്ടുള്ള ഇടപെടൽ അദ്ദേഹത്തിൻ്റെ ഭാഗത്തും ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് നമുക്കറിയാം. അപ്പോൾ അദ്ദേഹം പിന്നെ ജമായത്തിൻ്റെ, സംയുക്ത ജമായത്തിൻ്റെ പ്രസിഡൻ്റൊക്കെ ആയിട്ട് പിന്നെ പ്രവർത്തിച്ച ആളാണ്, ചുമതല ഏറ്റെടുത്ത് നടത്തിയിട്ടുണ്ട്. ആ സമയത്തുമൊക്കെ അദ്ദേഹത്തിൻ്റെ ഇടപെടൽ ഒരു സാമൂഹിക, സാംസ്കാരിക, ആത്മീയ മേഖലകളിൽ പ്രവർത്തിക്കുമ്പോൾ ഉണ്ടാക്കിയിട്ടുള്ള അദ്ദേഹത്തിൻ്റെ വ്യക്തിത്വ മാന്യതയൊക്കെ എടുത്തു പറയാനുള്ള ഒരു കാര്യമാണ്. രാഷ്ട്രീയക്കാരൻ എന്ന നിലയ്ക്കും നല്ല മാന്യത പുലർത്തിക്കൊണ്ട് ഒരു നമുക്കെല്ലാവർക്കും അറിയുന്നത് പോലെ ചട്ടഞ്ചാൽ എന്ന് പറയുന്നത് ഒരു മാതൃക, അല്ലെങ്കിൽ അങ്ങനെ ഒരു രീതിയിലേക്ക് ഒപ്പമുള്ളവർ, കൂടിയുള്ളവർ, അടുപ്പമുള്ളവർ, തൊട്ടടുത്തുള്ളവരൊക്കെ പോകുന്നതിൽ പ്രചോദനമായിട്ടും അദ്ദേഹം മാറിയിട്ടുണ്ട് എന്നുള്ളതാണ് അദ്ദേഹത്തെക്കുറിച്ച് എടുത്തു പറയേണ്ട ഒരു കാര്യം. ഏതായാലും അദ്ദേഹത്തിൻ്റെ ദേഹവിയോഗം അദ്ദേഹത്തിൻ്റെ കുടുംബത്തിനും അദ്ദേഹം പ്രതിജ്ഞാനം ചെയ്യുന്ന ആ
നേതൃത്വം വഹിച്ച പാർട്ടി കോൺഗ്രസിന് മാത്രമല്ല ഈ നാടിന് തന്നെ ഒരു നഷ്ടമാണ്. ഈ കരാറുകാർക്കൊക്കെ മാതൃകയാക്കാവുന്ന ഒരു വ്യക്തിത്വം വളരെ അപൂർവമായിട്ടാണ് അത്തരം കരാറുകാരെ നമുക്ക് ലഭിക്കുക. അങ്ങനെ ഒരു വ്യക്തിത്വം കൂടി നമുക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ട്. ഈ മേഖലകളിലെല്ലാം വലിയ നഷ്ടമാണ് പൊതുവെ നമ്മുടെ സമൂഹത്തിന് ഉണ്ടായിട്ടുള്ളൊരു നഷ്ടമാണ് എന്ന് അനുസ്മരിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ദേഹവിയോഗത്തിൽ വലിയ ദുഃഖം കുടുംബാംഗങ്ങൾക്കും അദ്ദേഹത്തെ സ്നേഹിക്കുന്ന എല്ലാവർക്കും ഉണ്ടായിട്ടുണ്ട്. അത് താങ്ങാനുള്ള ശക്തി സർവേശ്വരൻ അനുഗ്രഹിക്കട്ടെ. അദ്ദേഹത്തിൻ്റെ ആത്മാവിന് നിത്യശാന്തി നേർന്നുകൊണ്ട് ഭാരതീയ ജനതാ പാർട്ടിയുടെ അനുശോചനം ഇവിടെ രേഖപ്പെടുത്തുകയാണ്. സ്വഭാവം എപ്പോഴും അദ്ദേഹം കാഴ്ചവെച്ചു. ചുണ്ടത്ത് എപ്പോഴും ചെറിയൊരു പുഞ്ചിരിയുമായി ആരെ കണ്ടാലും ആ പഴയ സൗഹൃദം പുതുക്കുകയും എല്ലാ കാര്യങ്ങളും ചോദിച്ചറിയുകയും ചെയ്തതെന്ന് ഒരു വെട്ടിയാക്കി എല്ലാവർക്കും വളരെ വേണ്ടപ്പെട്ടവരായിരുന്നു. ഇവിടെ നേരത്തെ പ്രസംഗികളൊക്കെ പറഞ്ഞ പോലെ തന്നെ രാഷ്ട്രീയമോ അല്ലെങ്കിൽ മതപരമോ ഒന്നും നോക്കാതെ ചെല്ലുന്നവർക്കെല്ലാം വേണ്ടവർക്ക് സഹായം ചെയ്യുകയും അവരെല്ലാം എപ്പോഴും ഓർമ്മയിൽ ഇരിക്കുകയും ചെയ്യുന്ന ആ വ്യക്തിത്വം ഈ നാടിന് നമുക്ക് കൊടുത്തിരിക്കുന്ന സാമൂഹിക സാംസ്കാരിക രംഗങ്ങളിലുണ്ടായ ഉണർവും വളർച്ചയും ഒരിക്കലും വിസ്മരിക്കാൻ കഴിയില്ല. ഈ കഴിഞ്ഞ 2-3 ദിവസം മുമ്പ് ഞാൻ ബഹുമാനപ്പെട്ട അദ്ദേഹത്തിൻ്റെ മകൻ ഇക്ബാലുമായിട്ട് സംസാരിച്ചപ്പോൾ അദ്ദേഹം മനസ്സിന് ആശുപത്രിയിലാണെന്നും ICUവിലാണെന്നും ഒക്കെ അറിഞ്ഞിരുന്നു. ഒന്ന് പോയി കാണാൻ ശ്രമിച്ചപ്പോൾ ICUവിലാണ്. വന്നിട്ട് ഇപ്പോൾ കാണാൻ പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ട് പോകാതെ എങ്കിൽ പോലും അതൊക്കെ അങ്ങനെയൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ അദ്ദേഹമായിട്ടുള്ള ഒരു ബന്ധങ്ങൾ നമ്മൾ കാത്തു സൂക്ഷിക്കുന്നതുകൊണ്ടാണ്. പ്രത്യേകിച്ച് മറ്റു കാര്യങ്ങളൊന്നും അല്ലെങ്കിൽ പോലും ഒരു നല്ല വ്യക്തിത്വത്തിന്റെ അവസാന കാലത്ത് അദ്ദേഹത്തിന് വേർപാടില്ലാതെ അദ്ദേഹത്തെ നോക്കുക എന്നുള്ളത് വളരെ പ്രശംസനീയമാണ്. ഞാൻ ദീർഘിപ്പിക്കുകയാണ്. അദ്ദേഹത്തിന്റെ കുടുംബത്തിൽ തീർച്ചയായിട്ടും കേരള കോൺഗ്രസ് പാർട്ടിയുടെ എല്ലാവിധ അനുശോചനങ്ങളുടെ ശ്രീ KM ചാക്കോ കണ്ടപ്പോഴാണ് എനിക്ക് ആരാണി ഒഴിവുകാർക്ക് മനസ്സിൽ ശ്രമിച്ചത്. അതിനുശേഷം 1 പ്രാവശ്യം അദ്ദേഹത്തെ കാണാൻ വേണ്ടി പോയിരുന്നു. ഇപ്പോൾ അദ്ദേഹം അസുഖബാധിതമായി കിടക്കുന്ന സമയത്ത് ഞാൻ ഇരിക്കുന്നപ്പോൾ അദ്ദേഹം കാണാൻ പോയപ്പോൾ മകൾ കാണാൻ പറ്റുന്നില്ല, കാണിക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് ഞാൻ തിരിച്ചു പോവുകയാണ്. വലിയ കുട്ടിയാദ്യം പറഞ്ഞിട്ടുള്ള സംഭവം തന്നെയാണ്. അദ്ദേഹം കാര്യങ്ങളുണ്ട്. പലപ്പോഴും കാസർഗോഡ് യൂണിവേഴ്സിറ്റി ഓർത്തിന് വന്നാൽ എന്നെ കണ്ടാൽ സ്വാഭാവികമായി തിരിച്ചുകൊടുക്കാൻ അപ്പോഴൊക്കെ ബുദ്ധിമുട്ടുണ്ടല്ലോ. തിരിച്ചുകൊണ്ട് പറയുമ്പോൾ എല്ലാവരും പാട്ടുകാരല്ല ആ ഒരു സ്നേഹം അദ്ദേഹം അവസാനം വരെ അറിഞ്ഞിട്ടുണ്ടേ എന്നുള്ളത് ഒരിക്കലും മറക്കാൻ കഴിയാത്തൊരു വസ്തുതയാണ്. ഞാൻ ഇന്നലെ അദ്ദേഹത്തിൻ്റെ നല്ല വാർത്ത അദ്ദേഹം നാട്ടിലുണ്ടായിരുന്നത് ഉച്ചക്കാണ് ഞാൻ വ്യക്തി പരിശോധന പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തെ കോൺഗ്രസ് പാർട്ടി പ്രത്യേകിച്ച് ഈ കടലാറിൻ്റെ കപ്പുഴയിൽ ഒരു സമൂഹത്തിന് ആകെയായിട്ട് പ്രശ്നത്തിൽ ഞാനും എൻ്റെ പാർട്ടിയിൽ CMP അകാലമായ ദുഃഖവും പരിശോധന പറയും. അദ്ദേഹത്തിൻ്റെ വിയോഗം അറിഞ്ഞുള്ളത് നൂറുകണക്കിന് ആളുകൾ ഇന്നലെ രാവിലെ മുതൽ വൈകുന്നേരം അദ്ദേഹത്തിൻ്റെ കബറടക്കം ചടങ്ങ് വരെ അണമുറിയാത്ത ആളുകളുടെ പ്രവാഹം കണ്ടപ്പോൾ ആ മനുഷ്യൻ എത്രമാത്രം ഈ സമൂഹം വെല്ലുവിളിക്ക് ചെയ്യുന്നു എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. രാഷ്ട്രീയ രംഗത്തായാലും മറ്റു മേഖലയിൽ കഴിഞ്ഞാലും ഒരു നേതാവിനുണ്ട് എല്ലാ ഗുണങ്ങളും ദർശിച്ചൊരു മനുഷ്യനായിരുന്നു മോദിക്കുട്ടിയാണ്. എനിക്ക് മുൻകാലങ്ങളിൽ ബന്ധങ്ങളില്ലെങ്കിൽ 15 വർഷങ്ങൾക്ക് മുമ്പ് ഞങ്ങളുടെ പ്രസ്ഥാനം UDFിൻ്റെ ഭാഗമായിരുന്ന സമയത്ത് ഇവിടെ ചട്ടുകാലിൽ വെച്ച് കോൺഗ്രസിൻ്റെ പാർട്ടി ഓഫീസിൽ വെച്ച് സീറ്റ് ചർച്ചകളിൽ ഞാൻ എൻ്റെ പാർട്ടിയുടെ പ്രതിനിധിയായി സംസാരിച്ചപ്പോൾ അന്നായിരുന്നു ബുദ്ധിമുട്ടായി ഞാൻ തമ്മിൽ സീറ്റ് ചർച്ചയുടെ സമയത്ത് സംസാരിച്ച് തുടക്കപ്പെട്ടു. പിന്നീട് അദ്ദേഹം അതിൻ്റെ ശേഷം അദ്ദേഹം എന്നെ ശ്രദ്ധിക്കുകയും പിന്നീട് എല്ലാ സമയങ്ങളിലും അദ്ദേഹം കാണുമ്പോഴും അദ്ദേഹത്തെ കണ്ടുമുട്ടുമ്പോഴൊക്കെ ആ ബന്ധത്തിൻ്റെ ഗാംഭീര്യവും ഘനവും കാണാൻ സാധിച്ചിട്ടുണ്ട്. ഒരു മനുഷ്യൻ എങ്ങനെയാവണമെന്നും ഒരു പൊതുപ്രവർത്തനം എങ്ങനെയാവണമെന്നും അദ്ദേഹത്തെ നാടിനായിട്ട് കൂടി കാണിക്കാൻ സാധിച്ചു. പലരും പറഞ്ഞല്ലോ ഏത് സമയത്തും അദ്ദേഹത്തിൻ്റെ വാതായനങ്ങൾ ആളുകൾക്ക് കൂടി തോന്നണം കഴിയുക എന്നുള്ളത് ചെറിയ കാര്യമെന്ന് പറഞ്ഞു. ധനാഢ്യന്മാരും സമ്പന്നരും നമ്മുടെ സമൂഹത്തിലുണ്ടാകുന്നുവെങ്കിലും
മനുഷ്യന്റെ വിഷമങ്ങളും പ്രയാസങ്ങളും നൊമ്പരങ്ങളും മനസ്സിലാക്കിക്കൊണ്ട് അവർക്ക് വേണ്ടി എന്ത് ചെയ്യാൻ കഴിയുന്ന വിശാല മനസ്സിലുള്ള വലിയ മനുഷ്യനാണ് ബുദ്ധിമുട്ടിയത്. അദ്ദേഹത്തിന്റെ വിയോഗം ഈ നാടിനകത്ത് അല്ലെങ്കിൽ സമൂഹത്തിനകത്ത് അദ്ദേഹത്തെ സ്നേഹിക്കുന്ന ആളുടെ നൊമ്പരങ്ങൾ ചിതറിയതുമല്ല. ഒരു പൊതുപ്രവർത്തകൻ ഉണ്ടാവേണ്ട ഗുണങ്ങൾ പറയുമ്പോഴേ ഇന്ന് വളർന്നു വരുന്ന പുതിയ തലമുറകൾക്ക് റോൾ മോഡലാക്കാൻ കഴിയുന്ന ഒരു ബഹുമുഖ വ്യക്തിത്വമായിരുന്നു കുഞ്ഞുകുട്ടി. അദ്ദേഹം ഏത് പ്രതിസന്ധികളെയും നേടാൻ കഴിയുന്ന ഒരു ശക്തി അദ്ദേഹം സംഭരിക്കാൻ കഴിയും. അദ്ദേഹം ഒരിക്കലും പകരാനുണ്ടായിരുന്നില്ല. ഏത് പ്രതിസന്ധി ഘട്ടം വന്നാലും ഏത് പ്രയാസം വന്നാലും അദ്ദേഹത്തിന്റെ ശാന്തമായ സ്വരത്തിലൂടെ ശൈലിയിലൂടെ അത് നേടാൻ കഴിയുന്ന ഒരു വലിയ മനുഷ്യനാണ്. തീർച്ചയായിട്ടും കോൺഗ്രസിന് മാത്രമല്ല, മനുഷ്യനെ സ്നേഹിക്കുന്ന ആളുകൾക്ക് നഷ്ടപ്പെട്ട വലിയൊരു മുഖമായിരുന്നു കുഞ്ഞുകുട്ടി. പലപ്പോഴും കോൺഗ്രസിലേക്ക് ന്യൂനപക്ഷം കടന്നു വരാൻ അല്പം മടിയുണ്ടായിരുന്ന കാലഘട്ടത്തിൽ പോലും അദ്ദേഹം ഈ മേഖലകൾക്ക് കോൺഗ്രസിന്റെ ഏറ്റവും വലിയ മുഖമായി കാണാൻ സാധിച്ചു. അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾ കൊണ്ടും അദ്ദേഹത്തിന്റെ ജീവിതശൈലി കൊണ്ടും പലപ്പോഴും രാഷ്ട്രീയ രംഗത്ത് അദ്ദേഹത്തോടൊപ്പം നിൽക്കാൻ കഴിയുന്ന ഒരുപാട് ആളുകൾ ഉൾപ്പെടാൻ സാധിച്ചിട്ടുണ്ട്. അദ്ദേഹം ഒരിക്കലും ഒരു ലീഡറിന്റെ ക്വാളിറ്റിയിലേക്ക് അല്ലെങ്കിൽ ലീഡർ ആവണമെന്നൊക്കെ ആഗ്രഹിച്ചത്, അധികാരം ആഗ്രഹിച്ചിട്ടുണ്ട്. എന്നാൽ പോലും എല്ലാ മേഖലകളിലും സാമൂഹ്യ രംഗത്ത്, സാംസ്കാരിക രംഗത്ത്, രാഷ്ട്രീയ രംഗത്ത്, മതരംഗത്ത് എല്ലാ മേഖലയിലും അദ്ദേഹം അതുല്യനായി അദ്ദേഹത്തിന് പ്രവർത്തിക്കുമ്പോഴും അദ്ദേഹം ഒരിക്കലും ജാതിയോ മതമോ അല്ലെങ്കിൽ വർഗമോ രാഷ്ട്രീയ ഭിന്നതയെ കണ്ടിട്ടില്ല. ഞാൻ പലപ്പോഴും എൻ്റെ ജീവിതകാലം മുഴുവനും അദ്ദേഹത്തിന്റെ രാഷ്ട്രീയത്തിന് എതിരായിട്ട് പോലും അദ്ദേഹത്തിന്റെ അടുത്തേക്ക് എത്തുമ്പോൾ അദ്ദേഹം കാണിക്കുന്ന സമീപനങ്ങളും അദ്ദേഹം കാണിക്കുന്ന സ്നേഹവും ഏറ്റവും അടുപ്പമായിരുന്നു. ഞാൻ കഴിഞ്ഞ 2021 കാസർഗോഡ് നിയമസഭയിൽ മത്സരിച്ച് കഴിഞ്ഞ റിസൾട്ട് അദ്ദേഹത്തെ കണ്ടപ്പോൾ അദ്ദേഹം പറഞ്ഞ് എനിക്ക് കിട്ടിയ ഒരു ചെറിയ അദ്ദേഹത്തിന്റെ ആ സംസാരം എൻ്റെ പൊതുപ്രവർത്തനത്തിൽ ഏറ്റവും വലിയ ഒരു ഊർജ്ജമായിരുന്നു, ഒരു ശക്തിയല്ല. രാഷ്ട്രീയ പ്രതിയോഗിയായിട്ട് പോലും എന്നോട് കാണിച്ച് എനിക്ക് ഭാവിയിൽ പ്രവർത്തിക്കാനുള്ള കരുത്തും ആവേശം അദ്ദേഹത്തിന്റെ സംസാരിക്കാൻ സാധിക്കും. തീർച്ചയായിട്ടും ആ മനുഷ്യന്റെ ദുഃഖം ഒരു കോൺഗ്രസിനോ അല്ലെങ്കിൽ കുടുംബത്തിനോ മാത്രമല്ല, സമൂഹ മനസ്സാക്ഷി നമ്പരിപ്പിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ വിടവാങ്ങി. തീർച്ചയായിട്ടും അദ്ദേഹത്തിന്റെ പാരമ്പര്യ ജീവിതത്തിൽ അദ്ദേഹത്തിന്റെ മറ്റൊരു ജീവിതത്തിലേക്ക് നീങ്ങുമ്പോൾ അത് യജ്ഞമാവട്ടെ വിശ്വാസിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ ആ നഷ്ടത്തിന്റെ ദുഃഖത്തിൽ കുടുംബത്തോടൊപ്പം കോൺഗ്രസോടൊപ്പം സാമൂഹ്യ സംഘടനാ രംഗത്തോടൊപ്പം ഞാൻ പ്രധാന പ്രസ്ഥാനമായ അയ്യന്റെ എല്ലാവിധ ദുഃഖങ്ങളും വേദനയും പങ്കുവെച്ചുകൊണ്ട് നിർത്തുന്നു. ചെയ്യും വിദ്യാഭ്യാസ രാഷ്ട്രീയ മേഖലകളിൽ നിരസാന്നിധ്യമായിരുന്ന ശ്രീ മൊയ്തീൻകുട്ടിയാരുടെ നിര്യാണത്തിലൂടെ ആ കുടുംബത്തിനും നാടിനും അദ്ദേഹത്തെ സ്നേഹിക്കുന്നവർക്കും ഉണ്ടായിട്ടുള്ള ദുഃഖത്തിൽ ചട്ടഞ്ചാൽ ഹയർ സെക്കൻഡറി സ്കൂൾ PTA കമ്മിറ്റി പങ്കുചേരുന്നു. അദ്ദേഹത്തിൻ്റെ ആത്മാവിന് നിത്യശാന്തിക്കായി പ്രാർത്ഥിക്കുന്നു. ഞാൻ BEd കഴിഞ്ഞ ഘട്ടത്തിൽ തന്നെ 1993 തന്നെ മൊയ്തീൻകുട്ടിയാജിയുമായി അറിയും. അദ്ദേഹത്തെ അടുത്ത് പരിചയപ്പെടാനുള്ള ഒരു അവസരം അന്ന് ഉണ്ടായില്ല. എങ്കിലും ഇവിടെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ കാസർഗോഡ് കളക്ട്രേറ്റ് ഉൾപ്പെടെ തെക്കിൽപ്പാലം ഉൾപ്പെടെ പടന്നക്കാട് ഓവർബ്രിഡ്ജ് ഉൾപ്പെടെ ഒട്ടേറെ നിർമ്മാണ പ്രവർത്തനം മികച്ച രീതിയിൽ നടത്തിയ അദ്ദേഹത്തിൻ്റെ മറ്റൊരു പാലമാണ് പെരുമ്പളക്കടവ് പാലം എന്ന് പറയുക. ഞാൻ മാതൃഭൂമിയുടെ ലേഖകനായി ചുമതല ഏറ്റെടുത്ത ശേഷം 5-6 മാസം കഴിഞ്ഞായിരുന്നു അതിൻ്റെ നിർമ്മാണ ഉദ്ഘാടനം ഉണ്ടായിരുന്നു. ആ ഉദ്ഘാടനത്തോടനുബന്ധിച്ച് മാതൃഭൂമിയെ 4 പേജ് കളർ സപ്ലിമെൻ്റ് ചെയ്തപ്പോൾ അവിടെ വന്ന് അദ്ദേഹത്തെ പരിചയപ്പെടാനും ആ പരിചയം പഠിത്ത കാലം വരെ ഭരിക്കുന്ന തൊട്ട് മുമ്പ് വരെ നല്ല രീതിയിൽ നിലനിർത്താനും അദ്ദേഹത്തിന് നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. അദ്ദേഹം നേരത്തെ സൂചിപ്പിച്ച പോലെ ചട്ടഞ്ചാൽ ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ മാനേജർ എന്ന നിലയിൽ, മുൻ PTA പ്രസിഡന്റ് എന്ന നിലയിൽ ആ സ്കൂളിനെ നമ്മുടെ ജില്ലക്കകത്തെ പഠന രംഗത്തും പാഠ്യേതര പ്രവർത്തന രംഗത്തും മികച്ച സ്കൂളായി മുന്നോട്ട് കൊണ്ടുപോകാൻ അദ്ദേഹം വഹിച്ചിട്ടുള്ള പങ്ക് ഏറെ വലുതാണ് എന്ന് എനിക്ക് മുമ്പ് സംസാരിച്ച എല്ലാവരും സൂചിപ്പിച്ചു കഴിഞ്ഞു. അദ്ദേഹം മാനേജറായിരിക്കുമ്പോൾ കൂടെയാണ് ഇന്ന് ഞാൻ ഈ സന്ദർഭത്തിൽ ഓർക്കുകയാണ്. ഞാൻ സൂചിപ്പിച്ചതുപോലെ വലുപ്പ ചെറുപ്പമില്ലാതെ പരിചയപ്പെടുന്ന അവരുടെ മനസ്സിൽ ശാശ്വതമായ പ്രതിഷ്ഠ അദ്ദേഹത്തിൽ നേടാൻ കഴിഞ്ഞിട്ടുള്ള അപൂർവം വ്യക്തിത്വങ്ങളിൽ ഒരാളായിരുന്നു ശ്രീ മൊയ്തീൻകുട്ടിയാജി. അദ്ദേഹത്തിൻ്റെ നിര്യാണം ഈ നാടിന് തീരാനഷ്ടമാണ്. അദ്ദേഹത്തിൻ്റെ നിര്യാണത്തിൽ അനുശോചിച്ചുകൊണ്ട് നിർത്തുന്നു. സാധിക്കുന്ന ഒരു കണ്ണായിരുന്നു അദ്ദേഹത്തിൻ്റെ കണ്ണ് ഞാൻ ശ്രദ്ധിച്ചത്. കാരണം പലപ്പോഴും നമ്മുടെ നേതാക്കന്മാർക്ക് അത്തരം കണ്ണുകൾ സമയക്കുറവ് കൊണ്ടോ കാണാൻ സാധിക്കാത്ത ചുറ്റുപാടാണ് ഇപ്പോൾ കടന്നു പോകുന്നത്.
ഈ സന്ദർഭത്തിൽ എന്നും ഏവർക്കും മാതൃകാപരമായ ഒരു എളിമത്വത്തോടു കൂടിയ ഒരു രാഷ്ട്രീയ ഗുരുവും ഒരു വിസ്മാരജനുമാണ് അദ്ദേഹം എന്ന് പറയാതിരിക്കാൻ വയ്യ. അദ്ദേഹത്തിൻ്റെ വേർപാടിൽ അദ്ദേഹത്തിൻ്റെ ദുർഗാന്തരായ കുടുംബത്തോടൊപ്പം അതുപോലെ പ്രസ്ഥാനത്തോടൊപ്പം ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് സംസ്ഥാന പഞ്ചായത്ത് കമ്മിറ്റിയുടെ എല്ലാവിധ ദുഃഖങ്ങളും അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ സംസാരം നിർത്തുന്നു. പലരും വളരെ ദീർഘമായി സൂചിപ്പിച്ചത് മുഖവര ആവശ്യമില്ലാത്ത സ്നേഹത്തിൻ്റെ മുഖവുമായി വാത്സല്യത്തോടെ നോക്കിക്കാണുന്ന പ്രിയപ്പെട്ട ശ്രീ മോദിക്കുട്ടിയാണ്. വർഷങ്ങളോളമുള്ള ബന്ധം ഏത് നിലയിൽ അദ്ദേഹത്തിനാണ് ഒരു മധ്യസ്ഥ റോളിൽ ഈ ജില്ലയിലെ കോൺഗ്രസ് പ്രസ്ഥാനത്തിൽ യുഡിഎഫിൻ്റെ ജില്ലാ കമ്മിറ്റിയിൽ അദ്ദേഹത്തിൻ്റെ സേവനവും സഹായവും ഏറ്റ ഒരു രാഷ്ട്രീയ പ്രവർത്തകരുമാണ്. ആമുഖങ്ങളും വിശേഷണങ്ങളും ആവശ്യമില്ലാത്ത പ്രിയപ്പെട്ട ശ്രീ മോദിക്കുട്ടിയാരുടെ നേതൃയോഗത്തിൽ യുഡിഎഫിൻ്റെ ജില്ലാ കമ്മിറ്റി. പക്ഷെ അദ്ദേഹം അന്ന് അസുഖത്തിലൂടെ വന്നതിലൂടെ അദ്ദേഹം ഉണ്ടായിരുന്നെങ്കിൽ യാതൊരു സംശയമില്ല ഇത്തരത്തിലുള്ള ഒരു വരില്ല കാരണം എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെ നേതാക്കന്മാരായിട്ടും അതുപോലെ തന്നെ എല്ലാ നമ്മുടെ സംസ്ഥാനത്തിരിക്കുന്ന മുഖ്യമന്ത്രിമാരെല്ലായിട്ട് ഏറ്റവും കൂടുതൽ എളുപ്പം ഉള്ള ഒരു വ്യക്തിത്വത്തിലൂടെയാണ് ശ്രീ കേന്ദ്രമന്ത്രി. അതുപോലെ തന്നെ നമ്മുടെ ചട്ടഞ്ചാല ഹയർ സെക്കൻഡറി സ്കൂൾ നമ്മുടെ ആദ്യം 1976 ശ്രീ ടി കെ അബ്ദുൽ ഖാദർ അവരുടെ സഹോദരങ്ങളും കൂടിയാണ് ഇത്തരത്തിലുള്ള അതിന് മുൻപന്തിയിൽ നിന്ന് പ്രവർത്തിച്ചതും ബുദ്ധിമുട്ടി ആഴ്ചയാണ് കാരണം അന്നത്തെ ഹൈസ്കൂൾ ഒന്നിക്കൽ പൊതുവേലും അല്ലെങ്കിൽ പലവരടക്കം തിരികെല്ലാം പോയി പഠിക്കേണ്ട ഒരു കാലഘട്ടമായിരുന്നു. അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള സ്കൂളുകളെ ഉണ്ടായിരിക്കുന്നത് ഈ പ്രദേശത്തുള്ള ജനങ്ങളുടെ വളരെ ഉപകാരപ്രദമായിരുന്നു എന്ന് ഈ അവസരത്തിൽ സൂചിപ്പിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ സംരക്ഷണവും ആദരാഞ്ജലികൾക്കും മറ്റ് മേഖലയിലുള്ളവർക്കുമെല്ലാം ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ സ്നേഹം അറിയിച്ചുകൊണ്ട് ഈ അനുശോചന യോഗം അവസാനിച്ചതായി അറിയിക്കുന്നു. ദുഃഖിതരായ കുടുംബങ്ങളുടെ ദുഃഖത്തിലും നിങ്ങളുടെ ഈ അനുശോചന യോഗത്തിൽ സൂചിപ്പിക്കാറുണ്ട്. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ആ മരണം അദ്ദേഹത്തിൻ്റെ വിടവ് എന്ന് പറയുന്നത് നമ്മുടെ നാടിനെ നഷ്ടമാണ്. ഇന്ത്യൻ നമ്മുടെ എല്ലാവരുടെയും നഷ്ടമാണ് എന്നുള്ള കാര്യത്തിലുള്ള ഇനി നമുക്ക് അദ്ദേഹത്തോട് ചെയ്യുവാനുള്ള ബഹുമാനപ്പെട്ട ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് ശ്രീ പി കെ ഫൈസൽ അവർക്കാണ് അദ്ദേഹത്തെ ഞാൻ യോഗത്തിൽ നമുക്ക് എല്ലാറ്റിനും നമ്മുടെ മുമ്പിൽ നമുക്ക് നേരിട്ട് കൊണ്ടുപോകും. ഇതിൻ്റെ നഷ്ടപ്പെടുമ്പോൾ എൻ്റെ വീട്ടിൽ ഒരാൾ നഷ്ടപ്പെട്ട ആ ഒരു ദുഃഖം നമുക്ക് പലർക്കും ഉണ്ടായിരുന്നു. തീർച്ചയായും അത് ML ലത്തീഫ് അവர்களെയും സ്വാഗതം അറിയിക്കാതെ വന്നുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹത്തെയും ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യും. ഇതിൻ്റെ ജില്ലാ കൺവീനർ ശ്രീ എ ഗോവിന്ദൻ നായർ പെരിയ അവர்களെയും ഞാൻ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ കേരള കോൺഗ്രസ് ജേക്കബ് ഗ്രൂപ്പ് നേതാവ് ശ്രീ KM ചാക്കോ അവர்களെയും സ്വാഗതം ചെയ്യുന്നു. പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി ആയിഷ അവர்களെയും സ്വാഗതം ചെയ്തുകൊള്ളുന്നു. അതുപോലെ തന്നെ ശ്രീ വിനോദ് കുമാർ PK അവர்களെയും സ്വാഗതം ചെയ്തുകൊള്ളുന്നു. MLA KPCC ജനറൽ സെക്രട്ടറി ശ്രീ K നീലകണ്ഠനെയും ഈ യോഗത്തിലേക്ക് ഞാൻ സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഭരിച്ച എല്ലാ മുഖ്യമന്ത്രിമാരുമായിട്ട് എല്ലാ മന്ത്രിമാരുമായിട്ട് വ്യക്തിപരമായ ബന്ധങ്ങൾ ഉണ്ടാക്കുവാനും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കാസർഗോഡ് ജില്ലയ്ക്കകത്ത് നേരത്തെ കണ്ണൂർ ജില്ലയിൽ നിർമ്മാണ പ്രവർത്തനം എല്ലാ കർണാടകമായും കേരളവുമായും മുൻകുട്ടിയാക്കിയ സാഹചര്യത്തെ വ്യക്തിപരമായ ശ്രീകാന്ത് വന്നുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹത്തെയും ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ജില്ലാ
ചെയ്യുന്നു. പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി ആയിഷ അവരുടെയും സ്വാഗതം ചെയ്തുകൊള്ളുന്നു. അതുപോലെ തന്നെ ശ്രീ വിനോദ് കുമാർ PK അവരുടെയും സ്വാഗതം ചെയ്തുകൊള്ളുന്നു. MA ലത്തീഫ് അവരുടെയും സ്വാഗതം. ഇവളണിയും പൊന്നല്ലേ കനവുണരും ദിനമല്ലേ മൊഞ്ചത്തി പെണ്ണിൻ നിൻ മനം പെണ്ണഴകിനു മിഴിവേകി എന്നെന്നും നിന്നില്ലേ മാറ്റേറും പൊന്നിൻ താരമേ City Gold, Gold and Diamonds, Kerala and Karnataka, the glow of purity.